എല്ലാവർക്കും നമസ്കാരം. സ്പെക്ട്ര വെഞ്ചേഴ്സിൻ്റെ പുതിയൊരു ഇൻറ്റീരിയർ വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് സൗമ്യ ജിതിൻ. ഞാനിപ്പോൾ നിൽക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ കൊടകര എന്ന് പറയുന്ന സ്ഥലത്ത് വാസപുരത്താണ്. ഇവിടെ റാഫി സാറിൻ്റെയും ദിവ്യ മാമിൻ്റെയും വീട്ടിലേക്കാണ്. അപ്പോൾ ഈ വീടിൻ്റെ ഇൻറ്റീരിയർ വിശേഷങ്ങളിലേക്ക് പോവാം. ഈ വീടിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ 2500 സ്ക്വയർ ഫീറ്റിൽ സിംഗിൾ സ്റ്റോറി ആയിട്ടാണ് ഇത് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. ഇവിടെ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന ഇൻറ്റീരിയറിൻ്റെ പാറ്റേൺ കണ്ടംപററി മോഡലാണ്. ഇവിടെ മെയിൻലി സീലിങ്ങിലേക്കാണെന്നുണ്ടെങ്കിലും പാർട്ടീഷൻസിലേക്കാണെന്നുണ്ടെങ്കിലും നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്ന മെറ്റീരിയൽ വിനീർ ഫിനിഷിലാണ് ചെയ്തിരിക്കുന്നത്. പ്ലൈവുഡ് വിത്ത് വിനീർ. അതിൽ പല 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 ടൈപ്പ് മെറ്റീരിയൽസ് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള സ്പെസിഫിക്കേഷൻസിലേക്ക് നമുക്ക് പോകാം. ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് ഫാമിലി ലിവിങ്ങിൻ്റെയും ഫോർമൽ ലിവിങ്ങിൻ്റെയും ഡൈനിങ്ങിൻ്റെയും മിഡിലായിട്ട് വരുന്ന ഒരു ഏരിയ ആണ്. അപ്പോൾ ഇവിടെ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ടോട്ടലി ഉള്ളൊരു വ്യൂ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ സാർ ഇൻറ്റീരിയർ ഡിസൈൻ ചെയ്യുന്ന സമയത്തും നമ്മളോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇവിടെ എന്തെങ്കിലും ഒരു സ്പേസ് കൊടുത്തിട്ട് എല്ലായിടത്തും കവർ ചെയ്യുന്ന രീതിയിലുള്ളൊരു വ്യൂ വേണം എന്നുള്ളത്. ഇവിടെ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന മെറ്റീരിയൽ പാർട്ടീഷനിലാണെന്നുണ്ടെങ്കിൽ പ്ലൈവുഡ് വിത്ത് വിനീർ. അത് സ്പെക്ട്രയുടെ തന്നെ ഓൺ ബ്രാൻഡായ സ്പെക്ട്ര സ്റ്റാർ സിൽവർ 710 ഗ്രേഡിലുള്ള പ്ലൈവുഡാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. വിനീർ നാച്ചുറൽ ആയിട്ടുള്ള സെഞ്ചുറിയുടെ നാച്ചുറൽ വിനീർസാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ലാമിനേറ്റ് ആണെങ്കിലും സെഞ്ചുറിയുടെ ലാമിനേറ്റ് ആണ് നമ്മൾ ഈ വീടിൻ്റെ ഇൻറ്റീരിയറിലേക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ പാർട്ടീഷൻസിന് കൂടുതൽ ഭംഗി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ജിപിയുടെ പൈപ്പിൻ്റെ വർക്കുകളും കൊടുത്തിട്ടുണ്ട്. അതുകൂടാണ്ട് മിററിൻ്റെ വർക്കുകളും കൊടുത്ത് അതിൻ്റെ എലഗൻസി കുറച്ചും കൂടി നമ്മൾ കൂട്ടാനായിട്ട് ചെയ്തിട്ടുണ്ട്. ഈ വീട്ടിലെ ഇൻറ്റീരിയർ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ഡിസ്കസ് ചെയ്തിട്ടും അതേപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടും സാറാണെങ്കിലും മാം ആണെങ്കിലും ഫാമിലി മൊത്തത്തിലാണെങ്കിലും ചെയ്ത ഒരു ഏരിയയാണ് പ്രയർ യൂണിറ്റ്. അപ്പോൾ ആ പ്രയർ യൂണിറ്റിൻ്റെ വിശേഷങ്ങളിലേക്ക് പോവാം. ഇവിടെ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് പ്ലൈവുഡ് വിത്ത് ലാമിനേറ്റ് യൂസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ വുഡ് വർക്ക് യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ടെക്സ്റ്റേഴ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. വാൾപേപ്പർ യൂസ് ചെയ്തിട്ടുണ്ട്. ക്ലാഡിങ് യൂസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ എല്ലാത്തിൻ്റെയും ഒരു മിക്സഡ് കോമ്പിനേഷനാണ് പ്രയർ യൂണിറ്റ് എന്ന് പറയുന്നത്. പിന്നെ ഓവറോൾ ഇവിടുത്തെ സീലിങ്ങിൻ്റെ പാറ്റേൺ എന്ന് പറയുന്നത് ജിപ്സം സീലിങ്ങും അതിനോടൊപ്പം തന്നെ പ്ലൈവുഡ് വിത്ത് വിനീർ ഫിനിഷിലുള്ള സീലിംഗ് വർക്കുകളാണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത്. പിന്നെ അതിൻ്റെ ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് CNC വർക്കുകളും ചെയ്തിട്ടുണ്ട്. ഏതൊരു വീടിൻ്റെയും ഏറ്റവും ഭംഗി കൂട്ടുന്ന ഏരിയ എന്ന് പറയുന്നത് കിച്ചൺ തന്നെയാണ്. അപ്പോൾ നമുക്ക് കിച്ചൻ്റെ വിശേഷങ്ങളിലേക്ക് പോവാം. നമ്മൾക്ക് ഇവിടെ കിച്ചൺ വിത്ത് ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറായിട്ടാണ് വരുന്നത്. നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്ന പാറ്റേൺ ഒരു സിംഗിൾ കളറിലാണ് നമ്മൾ കിച്ചൺ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പിന്നെ അതിനോടൊപ്പം തന്നെ ഓപ്പൺ ബോക്സസിലൊക്കെ നമ്മൾ വിനീർ ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. സെഞ്ചുറിയുടെ തന്നെ ലാമിനേറ്റും നമ്മളുടെ സ്പെക്ട്രയുടെ തന്നെ പ്ലൈവുഡ്സ് സ്പെക്ട്ര സ്റ്റാർ പ്ലൈവുഡ് വിത്ത് ലാമിനേറ്റിലും ബോട്ടം ക്യാബിനറ്റ് മാത്രം നമ്മളിവിടെ WPC ബോർഡിലാണ് ചെയ്തിരിക്കുന്നത്. ടോപ്പ് ക്യാബിനറ്റ് പ്ലൈവുഡ് വിത്ത് ലാമിനേറ്റിലാണ് ചെയ്തിരിക്കുന്നത്. കിച്ചൺ ഡിസൈൻ ചെയ്യുമ്പോൾ തന്നെ സാർ എന്നോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് ഹൈഡിങ് ആയിട്ടുള്ള ചെറിയൊരു ഓപ്പൺ ബോക്സ് വേണം എന്നുള്ളത്. പക്ഷേ പുറമേ നിന്ന് നോക്കുമ്പോൾ അവിടെ അങ്ങനെ ഒരു ബോക്സസ് ഉണ്ടെന്ന് ഫീൽ ചെയ്യാനും പാടില്ല എന്ന്. അപ്പോൾ അങ്ങനെ ഡിസൈൻ ചെയ്തിട്ട് നമ്മൾ ചെയ്തിട്ടുള്ളതാണ് ഈ ഒരു ഏരിയ. ഇത് നമ്മുടെ കോമൺ വാഷ് ഏരിയയാണ്. ഇവിടെ നമ്മൾ നാച്ചുറൽ സ്റ്റോൺസ് യൂസ് ചെയ്തിട്ടുണ്ട്, വിനീർ യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ WPC ബോർഡിലാണ് ബോട്ടം ക്യാബിനറ്റ് ചെയ്തിരിക്കുന്നത്. ഓവർഹെഡ് പ്ലൈവുഡ് വിത്ത് ലാമിനേറ്റ്. പിന്നെ നല്ല ഒരു ഗ്ലാസ് മിററും നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്.